എന്താണ് ഓണം എന്നുള്ളത്. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയമില്ലാത്ത അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. എന്താണ് ഓണം? ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മ ദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയുക. ശ്രോണയാണ് ഈ ഓണായത്. ശ്രോണ എന്നുള്ളത് സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയുക. മലയാളത്തിലാകുമ്പോൾ ഓണാവേ നമ്മൾ ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ? ഇല്ല, നമുക്ക് ചാത്തല്ലേ ഉള്ളൂ. പിണ്ടം ഇല്ല, പിണ്ണം. ശൃംഖല ഇല്ല, ചങ്ങലേ ഉള്ളൂ. സംഘാടം ഇല്ല, ചങ്ങാടേ ഉള്ളൂ. എല്ലാം നമുക്ക് അങ്ങനെയാണ്. വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാണ് മലയാളത്തിലേക്ക് എടുക്കുക. അപ്പം അതിൽ ഈ ശ്രോണയാണ് എന്തായത് ഓണം ആയത്. അപ്പം ഈ സാധാരണഗതിയിൽ ഭഗവാൻ ശ്രോണ എന്ന് പറയും, ശ്രീ ചേർത്ത് പറയേ. ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പം തിരു നമാറ്. ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ നേരെ മലയാളം തർജ്ജമയാണ് തിരുവടി. ഉണ്ട് തിരുവടിയുടെ കാരുണ്യമുണ്ട് എന്നാങ്കിൽ തിരുവടി എന്ന് പറഞ്ഞാൽ തൃപ്പാദം എന്നാണ്. തിരുവടി ശ്രീപാദം എന്നുള്ളതിൻ്റെ മലയാളമാണ്. അപ്പം ഈ ശ്രീ എന്നുള്ളതിന് തിരു എന്നാ പറയുക. അപ്പോൾ ശ്രീ ശോണ ഓണം അല്ലേ? ശ്രീ തിരു ഓണം അങ്ങനെയാണ് തിരുവോണം എന്നുണ്ടായി. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണുകൊണ്ടാണ് പതിവ്. മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണം ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര മൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പം അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കാണ്ട് എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കണം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ല. അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഒരു ആരാധനയാണെന്നും വളരെ വ്യക്തമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ശൈലിയിൽ വളരെ സരളമായിട്ട് അദ്ദേഹം ആ പണ്ഡിതനെ വിഷയത്തിൽ പറയുന്നുണ്ട്. പിന്നെ അത് സുവ്യക്തമായി പകൽ വെളിച്ചം പോലെ തെളിഞ്ഞിട്ടും എന്തിനാണ് ഇതൊരു ജനറൽ ഉത്സവമായി കണ്ട്, ഒരു ദേശീയോത്സവമായി കണ്ട് നമ്മൾ എന്തിനാണ് ഇതിന് വെള്ളപൂശ നിൽക്കുന്നത്? അത് ഹൈന്ദവ സഹോദരന്മാരുടെ അതല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലത്തെ ആരാധന ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവരുടെയൊക്കെ ആരാധനകൾ, ഏത് മതത്തിനും അവരുടേതായ ആദർശങ്ങളും ആരാധനകളും ആശയങ്ങളുമുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ മനസ്സാ വാച കർമ്മണ പങ്കെടുക്കാൻ പാടില്ല. അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരം നിലപാടിനെ ശക്തമായി എതിർക്കുകയാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതൊരാൾ മറ്റൊരു സമുദായത്തിൻ്റെ ആരാധനകളോട് അവന് പരിപൂർണമായും അതിനോട് സാദൃശ്യമായാൽ ഫഹുവ മിൻഹും, അവൻ അതിൽ പെട്ടുപോയി എന്നാണ് പുണ്യനബി പറഞ്ഞത്. നമുക്കൊരു ചിട്ടയുണ്ട്, ഒരു ചട്ടക്കൂടുകളുണ്ട്. നമ്മൾ കർമ്മപരമായി അംഗീകരിക്കുന്ന ഷാഫിഈ മദ്ഹബിലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബറ 4-ാമത്തെ ജുസ് 239-ാമത്തെ പേജ് വളരെ വ്യക്തമായിട്ട് മഹാനവർകൾ ഇതിൽ പറയുന്നുണ്ട്. ഇതുമായി സ്വീകരിക്കേണ്ട ഒരു സത്യവിശ്വാസിയുടെ നിലപാടാണ് പറയുന്നത്. അത് പകൽ വെളിച്ചം പോലെ സുവ്യക്തമായി തെളിഞ്ഞ കാര്യമാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതിൽ നിന്ന് പുറംതിരിഞ്ഞ് നമ്മൾ ചെയ്യുന്നതായ ഇത്തരം തോന്നിവാസങ്ങളൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ തൃപ്തി ലഭിക്കാനാണ്? ആരുടെ പ്രീതി ലഭിക്കാനാണ്? അതുകൊണ്ട് ഇതുമായുള്ള നിലപാട് ഒരു സത്യവിശ്വാസിക്ക് സ്വീകരിക്കൽ അനിവാര്യമാണ്. ഇത്തരം ഇതര മതക്കാരുടെ ആരാധനകളോടുള്ള സമീപനങ്ങളെക്കുറിച്ച് 3 തരത്തിലാണ് അവർ ഈ വിഷയത്തെ സമീപിച്ചത്. ഫൽഹാസിലു അന്നഹു ഇൻ ഫഅല ദാലിക ബിഖസ്ദി തശബ്ബുഹി ബിഹിം ഫി ശിആരിൽ കുഫ്രി കഫറ. അഥവാ മനസ്സ വാച കർമ്മണ ഇതര മതസ്ഥരുടെ ആരാധനകളോട് നാം സാദൃശ്യപ്പെട്ടു പോയാൽ
കഫറ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു സംശയത്തിനിക്ക് ഇടയില്ലാതെയാണ് പറയുന്നത്, ഖത്അൻ, ഉറപ്പായും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. കാരണം മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഇതര മതസ്ഥരുടെ ആരാധകനോട് ആര് സാദൃശ്യപ്പെട്ടോ അവൻ അവരിൽ പെട്ടുപോയി. ആരാധനയാണെന്ന് വ്യക്തമാണ്. ആ പണ്ഡിതൻ പറഞ്ഞില്ലേ, ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് ആരാധനയാണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പല ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല. എന്നാൽ അവർ പറയുന്ന വ്യക്തമായ ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കുക. കേൾക്കട്ടെ, എല്ലാവരും കേൾക്കാനല്ലേ ഇത് പറയുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആർക്കൊന്നുമില്ല, വിവരമില്ലാത്തവരൊക്കെ മനസ്സിലാക്കി വെക്കട്ടെ, വിവരങ്ങളും ധാരണയും ബോധ്യം ഉണ്ടാക്കണ്ടേ. എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ? എന്താണ് ഓണം? ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയില്ലാത്തവർ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്തം. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണമായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതിൻ്റെ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. കണ്ടോ, വളരെ വ്യക്തമല്ലേ ആരാധനയാണ് എന്നുള്ളത്. എന്നാൽ പറയുന്നു, ഇങ്ങനെ മനസ്സവാച കർമ്മണ ഇതുമായി സഹകരിക്കുന്നവൻ കഫറ ഔ ഫി ശിആരിൽ ഈദി, അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന്റെ അടയാളത്തിൽ മാത്രം പങ്കെടുത്തു. മാ ഖത്ഇൻ നദ്രി അനിൽ കുഫ്രി, അതുകൊണ്ട് മനസ്സുകൊണ്ട് അവൻ അതിനോട് ഒരു ആരാധനയോട് ഇഴുകിച്ചേരുക എന്ന നിലപാട് അവനിക്കില്ല. ഇതൊരു ആരാധനയാണെന്നറിയാം, അത് സമ്മതിച്ചു. പക്ഷേ ആരാധന എന്ന ആ സ്വഭാവത്തോട് അവന് മാനസികമായി പൊരുത്തപ്പെടുന്നില്ല. പിന്നെ അവൻ ഇതിലേക്ക് ആന്തരികമായല്ല ബാഹ്യമായി ഇതുമായി സഹകരിച്ചാൽ ലം യക്ഫുർ, അവൻ കാഫിറാകുന്നില്ല. പക്ഷേ വലാകിന്നഹു യഅ്സിമു, അവൻ കുറ്റക്കാരനാകും. മഅദല്ലാഹ്, അത് ഹറാമാണ്, അത് വ്യക്തമാണ്. വഇല്ലം യഖ്സുദു തശബ്ബുഹ ബിഹിം, ഇനി മൂന്നാമത് പറയുന്നത് ഇതുമായി ഒരു നിലക്കും അവന് സഹകരിക്കുന്നില്ല. അസ്ലം വറഅസ, ഒരു നിലക്കും മാനസികമായി അല്ലെങ്കിൽ ആന്തരികമായി അവന്റെ വിശ്വാസം ഇത് അവരുടെ ഹൈന്ദവ സഹോദരന്മാരുടെ ഒരാരാധനയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരന്മാരുടെ ഒരാരാധനയാണ് എങ്കിൽ ഫലാഷിയ അലൈഹി, അവന്റെ മേൽ ഒരു കുറ്റവുമില്ല. ഈ പറയുന്ന രീതിയാണ് മൂന്നാമത്തെ രീതി. അഥവാ ഒരു നിലക്കും അതുമായി സഹകരിക്കുന്നില്ല എങ്കിൽ പിന്നെ അവന് കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇതര മതങ്ങളെ ബഹുമാനിക്കണം, ഇതര മതക്കാരെ നാം സ്നേഹിക്കണം. പക്ഷേ ആരാധനകളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചട്ടക്കൂട് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മെ സംബന്ധിച്ച് നല്ലത് മനസ്സിലാക്കണം എന്നൊക്കെ ചിന്തിച്ച് പലരും ഇതുമായി ഇഴുകിച്ചേരാറുണ്ട്. മതസ്ഥരുടെ ആരാധനകളെ, അവരുടെ ദേവാലയങ്ങളെ, ചർച്ചുകളെ, അവരുടെ ആദർശങ്ങളെ ബഹുമാനത്തോടു കൂടി കാണുന്നൊരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. സത്യവിശ്വാസിയായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതര മതത്തെ, അവരുടെ ആശയങ്ങളെ ബഹുമാനിക്കുന്നതോടൊപ്പം നമുക്ക് നമ്മുടേതായ നിലപാടുകളുണ്ട്. അക്രിം ജാറക വലൗകാന കഫിറ, നിന്റെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് മതമില്ലാത്തവനാണെങ്കിലും അവനെ നീ ബഹുമാനിക്കണം. അവൻ പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷിക്കുന്നുവെങ്കിൽ നീ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പുണ്യനബി തന്നെയാണ് പറയുന്നത്. അപ്പൊ ആരാധനാ വിഷയത്തിൽ മറ്റുള്ള മതത്തോട് നാം കൂറായി കഴിഞ്ഞാൽ, മനസ്സാ വാച കർമ്മണ അതുമായി സഹവസിച്ചാൽ അവൻ അവരിൽ പെട്ടുപോയി. അവൻ എൻ്റെ സമുദായമല്ല, അവൻ അവരിൽ പെട്ടുപോയി. എന്നാൽ ഇതേപോലെ തന്നെ ഇതര സമുദായത്തിൽപ്പെട്ട, ഇതര ആശയങ്ങളുള്ള, ഇതര ആദർശങ്ങളുള്ള, മതമുള്ളവനും മതമില്ലാത്തവനും നിന്റെ അയൽവാസിയാണ്, പട്ടിണി കിടക്കുകയാണ്, നീ വയറ് നിറച്ച് ഭക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ സമുദായമല്ല എന്ന് പറഞ്ഞ പുണ്യ നബി തന്നെ ആ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഇതര മതങ്ങളുടെ മതാചാരങ്ങളിൽ, ആരാധനകളിൽ നിങ്ങൾ പങ്കെടുക്കരുത്. അത് അവരോടുള്ളതായ വിദ്വേഷമോ വെറുപ്പോ ഒന്നുമല്ല. ഓരോരുത്തർക്ക് അവരുടേതായ മതങ്ങളുടെ ആശയങ്ങൾ വലുതാണ്, ആദർശങ്ങൾ വലുതാണ്. അതിനെ നാം ബഹുമാനിക്കുന്നുണ്ട്. ബഹുമാനത്തോടുകൂടി നമ്മുടെ ഈ ഭാരതത്തിൽ നാം കാണുന്നുണ്ട്. ആ ഒരു സമീപനങ്ങൾ അങ്ങനെയാണ്. പക്ഷേ ആരാധനകളിൽ പങ്കെടുക്കുന്നതിന്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് നമ്മുടെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പറയുന്നുണ്ട്. അല്ലാഹു തആല സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.